ഈശ്വംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ടേണിംഗ് പോയിന്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ടേണിംഗ് പോയിന്റ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ശാലോം ടിവിയുടെ യുവജനങ്ങളുടെ ഈ കാലികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒപ്പം അവരുടെ സ്വപ്നങ്ങളും സാധ്യതകളും ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വേദിയാണിത്. അത് നമ്മെ ഇന്ന് സഹായിക്കാനെത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ട ജോൺസൺ സാർ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. എൻ്റെ പേര് ഡോക്ടർ ജോൺസൺ അലക്സ്. ബേസിക്കലി ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. നിലവിൽ കണ്ണൂർ സർവകലാശാലയിലെ മനഃശാസ്ത്ര വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യും. ക്ലിൻറ്റ് പ്ലീസ് സാർ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ക്ലിൻറ്റ് ജോസഫ്. ഞാൻ സ്നേഹാലയ സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD ആയിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സൈക്കോ തെറാപ്പിസ്റ്റായും കൂടി അവിടെ വർക്ക് ചെയ്യുന്നു. ടീച്ചർ നമ്മളോടൊപ്പം ടീച്ചർ അജീന പ്ലീസ്. എൻ്റെ പേര് അജീന ജോസഫ്. ഞാൻ ലിസ കോളേജ് കൈതപ്പോയിൽ അവിടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ടേണിംഗ് പോയിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു തുടങ്ങിയത് മാനസിക ആരോഗ്യത്തെപ്പറ്റിയും ഡിപ്രഷൻ, ആങ്സൈറ്റി പറ്റിയൊക്കെയായിരുന്നു. അതിൻ്റെ തുടർച്ചയായ ചില മാനസികാരോഗ്യ ചർച്ചകളിലേക്ക് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോപത്തെ പറ്റിയാണ്. ദേഷ്യം, ആങ്കർ. നമുക്ക് ഇങ്ങനെ എല്ലാവരും ആങ്കർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണല്ലോ ഈ കലിപ്പനും കാന്താരിയും ഒക്കെ. കോളേജ് ക്യാമ്പസുകളൊക്കെ എല്ലാവരും തന്നെ കോളേജിൽ നിന്ന് വരുന്നതുകൊണ്ട് കോളേജിലൊക്കെ ഈ കലിപ്പൻ കാന്താരി കോംബോയൊക്കെ ഭയങ്കരമായിട്ട് റീൽസിലും ക്യാമ്പസിലൊക്കെ അങ്ങ് തരംഗമായി മാറുന്ന സമയമാണ്. അപ്പോൾ ഈ കലിപ്പനും കാന്താരിയും അവരുടെ ഭാവിയും ഒക്കെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ചർച്ചാ വിഷയം. നമുക്ക് ഇതിനെപ്പറ്റി നമ്മുടെ യുവജനങ്ങൾ ഈ ഒരു ആങ്കറിനെ നോക്കിക്കാണാൻ നമുക്ക് നോക്കാം പ്ലീസ്. യുവാക്കൾക്കിടയിൽ ആങ്കർ മാനേജ്മെൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ സോഷ്യലി നമ്മൾ ഉണ്ടാവുമല്ലോ ആൾക്കാരിലുള്ള ചോദ്യം, അത് പിന്നെ അവർക്ക് ഒന്നും ആവാൻ പറ്റാത്തതിലുള്ളൊരു ഇതുണ്ട്, ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാവും. അതും പിന്നെ കൂടുതൽ നാട്ടുകാരുടെ ചോദ്യമായിരിക്കും എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിൽ പെട്ടെന്നുള്ള ദേഷ്യം വരാനുള്ള കാരണം. അപ്പോൾ അവർക്ക് അത് ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ ഒറ്റപ്പെടലുകളായിരിക്കാം. നമുക്കറിയാം ഇപ്പോഴത്തെ കുടുംബങ്ങൾ പല ആൾക്കാരും അവരെ എല്ലാ പശ്ചാത്തലം ഒരുപോലെ ആയിരിക്കില്ല. ഇങ്ങനെ വികാരങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് സിനിമകൾ മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും പറയേണ്ടി വരും. ഇപ്പോഴത്തെ പല സിനിമകൾ വിക്രം, അതുപോലെ തന്നെ റോളക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം, അത് ലാസ്റ്റിലുള്ള ഒരു ക്ലൈമാക്സിലെ ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ അതെല്ലാവർക്കും ആ ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു എൻട്രി ആയിരിക്കും. അപ്പോൾ അതിലെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക, തല കൊയ്യുക, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രവണത, അത് അനുകരണമാണ്. നമ്മളൊരു കാര്യത്തെ അനുകരിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ ഈ അനുകരണം നമ്മൾ കൃത്യമായിട്ട് നമ്മളൊരു മാതൃകാപരമായിട്ടുള്ള അനുകരണമാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ അനുകരിച്ചാൽ അത് എന്തായാലും. നമ്മുടെ യുവജനങ്ങളൊക്കെ ഈ ഒരു ആങ്കറിനെ പറ്റി, ആങ്കർ മാനേജ്മെൻറ്റിനെ പറ്റി, കോപത്തെ പറ്റിയൊക്കെ പറഞ്ഞു വരികയാണ്. അപ്പോൾ അവസാനം പറഞ്ഞ ആൾ പറഞ്ഞത് വെച്ച് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഈ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് കൊണ്ടും ഫിലിംസൊക്കെ കാണുന്നതുകൊണ്ടും ഒക്കെയുള്ള സ്റ്റഡി, ഞാനൊരു സ്റ്റഡി വായിച്ചപ്പോൾ അതിൻ്റെ ഭീകരമായിരുന്നു. ഒരു ടീൻസിലേക്ക് ഒരാൾ ഈ എക്സ്പോസ്ഡായ സോഷ്യൽ മീഡിയ എക്സ്പോസ്ഡ് ആയ പ്രവേശിക്കുമ്പോൾ 10 ലക്ഷത്തിലധികം കൊലപാതകങ്ങൾ ഓൾറെഡി 12 വയസ്സെത്തി വെച്ച് കണ്ടിട്ടുണ്ട്. അത്രയും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ്. അപ്പോൾ ഐഡിയൽസ്, അതായത് മിക്കവാറും ഒക്കെ ഗെയിമിങ്ങിലൊക്കെ കാണുന്ന മുഴുവൻ കൊലപാതകങ്ങൾ, കൊന്നു മുമ്പോട്ട് പോവുക, ദേഷ്യമുള്ളവരൊക്കെ തീർത്ത് പോകുക എന്നുള്ളതാണല്ലോ. അത്രയും ഭീകരമായ ഡേറ്റകളൊക്കെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കലിപ്പിനെ പറ്റി, ദേഷ്യത്തെ പറ്റി നമുക്ക് സംസാരിച്ച് തുടങ്ങാം. നമ്മുടെ ഇപ്പോൾ ഒരു യൂഷ്വലി അൺകൺട്രോൾഡ് ആങ്കർ എന്നൊരു സാധനം, നമുക്ക് അനിയന്ത്രിതമായ കോപം, അതാണല്ലോ നമ്മൾ മിക്കവാറും പറയുന്നത്. ഇപ്പോൾ യൂത്തിനോടൊക്കെ പ്രശ്നം ചോദിക്കണം, അവർ ഏറ്റവും വലിയ പ്രശ്നം അവർക്ക് അൺകൺട്രോൾഡ് ആങ്കറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഈ അൺകൺട്രോൾഡ് ആങ്കർ ഒരു തെറ്റായ പ്രയോഗമാണത്. അതായത് അതൊരു വാസ്റ്റ് ഒരു 5% ആൾക്കാർക്കൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു മാനസികമായ പ്രശ്നം അൺകൺട്രോൾഡ് ആങ്കർ. ബാക്കിയെല്ലാം കൺട്രോൾഡ് ആങ്കറാണ്. അത് മനസ്സിലാക്കാൻ ഈസിയാണ്. കാരണം നമുക്ക് തരപ്പിടിക്കാറുണ്ടല്ലേ നമ്മൾ പിടിക്കാറുള്ളൂ. നമ്മുടെ പ്രൊഫസറോട് എത്ര കുട്ടികൾ ചൂടാവാറുണ്ട്. കാരണം ഇന്ത്യയിൽ പണി കിട്ടുമെന്ന് അറിയാം, അതുകൊണ്ട് ചൂടാവത്തില്ല. അല്ല വീട്ടിൽ അപ്പനോടൊക്കെ അമ്മയോടൊക്കെ ചിലരൊക്കെ പിടിക്കും, എന്നാലും താഴത്തോട്ട് പിടിക്കത്തുള്ളൂ, അല്ല ഈക്വലിനോട്ട് പിടിക്കത്തുള്ളൂ. അതിന് മേളിലേക്ക് പിടിച്ചാൽ പണി കിട്ടുമെന്ന് അറിയാം. അപ്പം തന്നെ ഈ ആങ്കർ കൺട്രോൾഡ് ആണെന്ന അർത്ഥമാണ്. പിന്നീട് ഈ കൺട്രോൾ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ആങ്കർ പലയിടത്തും പോയി പ്രകടിപ്പിക്കുമായിരിക്കും, ദാറ്റ്സ് ഫൈൻ, അതല്ല. പക്ഷേ കൺട്രോൾഡ് ആങ്കർ, അൺകൺട്രോൾഡ് ആങ്കർ, ഈ എത്ര ടൈപ്പ് ആങ്കർ ഉണ്ട്, അതിൻ്റെ ലെവൽസ് ഒക്കെ എങ്ങനെയാണ് നമുക്ക് സംസാരിച്ചു തുടങ്ങാൻ വിചാരിക്കുന്നു. സാർ പ്ലീസ്. നമുക്ക് ആങ്കർ എന്ന് പറയുമ്പോൾ അത് ഒത്തിരി കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇപ്പം മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് പല ഡിസോർഡേഴ്സിൻ്റെ സിംറ്റമായിട്ട് നമ്മൾ പലപ്പോഴും ആങ്കർ വരാറുണ്ട്. അതൊരു രോഗലക്ഷണമാണ്. അപ്പം നമ്മുടെ ഈ ആങ്കറിനെ കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ടും അതിൽ കുറച്ച് ടൈപ്സ് ഉണ്ട്. ഒരു അക്യൂട്ട് ആങ്കർ ഉണ്ട്, ക്രോണിക് ആങ്കർ ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് ആങ്കർ ഉണ്ട്, കൺസ്ട്രക്റ്റീവ് ആങ്കർ ഉണ്ട്. അതായത് ഇപ്പം അക്യൂട്ട് ആങ്കർ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പം ഒരു പെട്ടെന്നുള്ളൊരു സിറ്റുവേഷനിൽ ഒരു സ്റ്റിമുലോടുള്ള റെസ്പോൺസ്,
സഡൻ ആയിട്ടുള്ള റെസ്പോൺസ്, അത് അക്യൂട്ട് ആങ്കറാണ്. അത് കുഴപ്പമില്ല, സാധാരണ എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഒരു വളരെ ഇമ്പൾസീവായിട്ട് വരാൻ ഇമ്പൾസീവ് ബിഹേവിയർ, ഇമ്പൾസീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. ഓക്കെ ഓക്കെ. പിന്നെ ക്രോണിക്കിലേക്ക് വരുമ്പോഴത്തേനും ക്രോണിക് അത് നമ്മുടെ ഡെയിലി ഫംഗ്ഷൻസിനെ ചെറുതായിട്ടൊക്കെ അഫക്ട് ചെയ്ത് തുടങ്ങും. ക്രോണിക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ എന്ത് എളുപ്പമായിരിക്കും. കാര്യത്തിനും. ഇപ്പൊ വീട്ടിലേക്കാണ് എന്നോട് അമ്മ എപ്പോഴും പറയുന്നത് അപ്പന്റെ ദേഷ്യം കിട്ടുന്നു പറയും. അതെ അതെ കാരണം ഇത് അപ്പൊ നമുക്കൊരു ക്രെഡിറ്റും കൂടിയാണ്, എന്നാ അപ്പനെ പോലെ ആവാം. അതെ അതെ, അതും ഒരു അഡ്വാൻറ്റേജ് ആയി എടുക്കുന്ന ആൾക്കാരാണ്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് ദേഷ്യപ്പെടുന്നു. അതൊക്കെ വലിയ അഭിമാനത്തോടെ പറയുന്നത്, ഞാൻ പാരമ്പര്യമായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരാണ്. അതെ 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 അതെ. സോ ആ ക്രോണിക്കിലേക്ക് വരുമ്പോഴത്തേനും അത് എന്ത് കാര്യത്തിന് ദേഷ്യപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ വരുന്നത് കൺസ്ട്രക്റ്റീവ് ആണ്. കൺസ്ട്രക്റ്റീവ് ഇപ്പം പ്രൊഫസേഴ്സിനൊക്കെ അറിയാം, എപ്പോഴും കറക്ഷൻസിന് വേണ്ടിയൊക്കെ പോസിറ്റീവായ ഒരു ചേഞ്ച് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ദേഷ്യപ്പെടുന്നത് കൺസ്ട്രക്റ്റീവ് ആങ്കർ. ഈ പോയിന്റ് ഒന്ന് പറയുന്നത് നല്ലതാണ്. നമ്മൾ ജസ്റ്റ് ആങ്കർ എന്നോ കൺസ്ട്രക്റ്റീവ് ആങ്കർ എന്നൊക്കെ പറയുന്നത് ഗെറ്റിംഗ് ആങ്കർ വിത്ത് റൈറ്റ് ടൈം, വിത്ത് റൈറ്റ് ഡയറക്ഷൻ, വിത്ത് റൈറ്റ് പീപ്പിൾ, ഇറ്റ്സ് അക്സെപ്റ്റബിൾ അല്ലേ? അങ്ങനെയാണ് സാധാരണ നമ്മുടെ ഒരു സമൂഹത്തിൽ. അതാണ് ഒരു കൺസ്ട്രക്റ്റീവ് ആങ്കറിനെ പറ്റി ഇത്. പക്ഷേ നിർവചിക്കുകയാണെങ്കിൽ വേണ്ടടുത്തും വേണ്ടാത്തടത്തും നമ്മൾ പാവപ്പെട്ട ഈശോനെ കയറ്റി വെച്ചത് മോശമായിട്ട് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഈശോ കോപിച്ചില്ലേ, എന്നാൽ നമുക്ക് എന്തുകൊണ്ട് കോപിച്ചുകൂടെ എന്നൊക്കെ ഞാനൊക്കെ പിള്ളേർക്ക് ചോദിക്കുന്നത് ഞെട്ടിപ്പോയിട്ടുണ്ട്. ഈശോ കോപിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ കോപിച്ചോളൂ. അപ്പൊ ഈശോ എന്തിനാണ് കോപിച്ചെന്നുള്ള പ്രശ്നം. ഈശോ കോപിച്ചത് എൻ്റെ പിതാവിനെ പറ്റിയുള്ള ആലയത്തെ പറ്റിയുള്ള തീഷ്ണം തന്നെ വിഴുങ്ങിക്കളയുന്നു. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവടക്കാരുടെ സ്ഥലമാക്കുന്ന പറഞ്ഞിട്ട് അവരെ അടിച്ചോടിക്കാൻ വേണ്ടിയാണ് ഈശോ ദേഷ്യപ്പെടുന്നത്. അതാണ് ഈ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാക്കാൻ അതെ വേണ്ടിയാണ് ഒരു ആങ്കർ അവരുള്ളത്. പിന്നെ ഡിസ്ട്രക്റ്റീവ് ആങ്കർ എപ്പോഴും ഡേഞ്ചറാണ്. ദേഷ്യപ്പെടുന്നു, അതോടൊപ്പം തന്നെ എല്ലാം അടിച്ചു പൊട്ടിക്കുന്നു, എറിയുന്നു. അത് ശരിക്കും നമ്മുടെ സൈക്കാട്രിയിൽ IED, ഇൻറ്റർമിറ്റൻറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ, അതൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഈ ഡിസ്ട്രക്റ്റീവ് ആങ്കർ. പിന്നെ റോഡിലൊക്കെ അനാവശ്യമായിട്ട് വെറും ഇപ്പം ഹോണൊക്കെ അടിക്കുന്ന ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ, ചെറിയ ഒന്ന് ഡിലേ ആയി കഴിഞ്ഞാൽ അപ്പത്തിനും ഹോൺ ഞെക്കി പിടിക്കുന്നു. അത് സംസാരിക്കുന്നതിന് വേഗം കുറച്ച് നാൾക്ക് വന്ന കലി എന്ന് പറഞ്ഞ മൂവി, കലി എന്നൊരു മൂവി ഇത് തന്നെയായിരുന്നു കാണിച്ചിരുന്നത്. അതായത് ഡിസ്ട്രക്റ്റീവ് ആങ്കർ, എന്തിനും ഏതിനും പ്രതികരിച്ചു പോകുന്ന നിസ്സഹായാവസ്ഥയായിരുന്നു. ഓക്കെ. അപ്പോ ഈ ഒരു 4 ലെവലിൽ നമ്മൾ എവിടെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ നല്ലതായിരിക്കും. നമുക്ക് ആകെ ഇതിനകത്ത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏക കാര്യം ഉള്ളത് നമുക്ക് മൂന്നാമത് പറഞ്ഞ കൺസ്ട്രക്റ്റീവ് ആങ്കർ ആണ്. ഈ കൺസ്ട്രക്റ്റീവ് ആങ്കറിൽ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്ക് അത്ര മഹോന്നതമായ ഒരു പേഴ്സണാലിറ്റി ഒക്കെ വേണം. എന്നാൽ മാത്രമേ ഈ കൺസ്ട്രക്റ്റീവ് ആങ്കറിൽ നമുക്കൊന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് 2 ടൈപ്സ് ആയിട്ട് പറയാം. വെർബലായിട്ട് വെർബലി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, നോൺ വെർബലി. അപ്പോൾ വെർബലി എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരത്തിലൂടെ അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ സംസാരത്തിലൂടെ ദേഷ്യപ്പെടുക, ഇതിപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള രീതിയിൽ അനാവശ്യമായിട്ടുള്ള ചീത്തവിളികളായിട്ടും അതുപോലെ തന്നെ മറ്റു ഉപദ്രവങ്ങളായിട്ടും വരുന്നതാണ് വെർബലായിട്ടുള്ളത്. അതുപോലെ തന്നെ നോൺ വെർബലായിട്ടുള്ള രീതിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരത്തിനപ്പുറം നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ള ആൾക്കാരെ നമ്മളുടെ ആങ്കർ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 2 രീതിയിൽ നമുക്ക് അവർ എക്സ്പ്രസ് ചെയ്യുന്ന വേ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആങ്കറോട് ബന്ധപ്പെട്ട് നമുക്കൊരു കമ്മൗട്ട് ചെയ്യാനുള്ള പദ്ധതികളിൽ ഏറ്റവും ആദ്യത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ എന്തിന് ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ ആരോട് ദേഷ്യം, ഇതിനൊരു പാറ്റേൺ കാണും. യൂഷ്വലി നമ്മുടെ മിക്ക ഈ ഹാബിറ്റുകൾക്ക് ഒരു പാറ്റേൺ കാണും. മിക്കവാറും നമ്മൾ ഒരേ സ്പോട്ടിൽ ഒരേ ആൾക്കാരോട് എല്ലാ ദിവസവും അതേ സ്ഥലത്തൊക്കെ തന്നെ ചൂടാവുന്ന. അപ്പോൾ നമുക്കൊന്ന് ഒരു സെൽഫ് അവയർനെസ് ആണ് ഇതുപോലെ സാധനങ്ങൾ കമ്മൗട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം. സാർ അതിനെപ്പറ്റി സംസാരിക്കുന്ന നല്ലതായിരിക്കും. നമ്മൾ ആങ്കറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദേഷ്യം എങ്ങനെ ഇത് പഠിക്കുന്നു. ഇത് പഠിക്കുന്നത് വീട്ടിൽ നിന്നായിരിക്കും ആദ്യം പഠിക്കുന്നത്, അല്ലെങ്കിൽ ചെറുപ്പ സമയത്ത് സ്കൂളിൽ ടീച്ചേഴ്സ് ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടാവാം. ഇപ്പം നിരന്തരം ഒരു വീട്ടിൽ അച്ഛൻ അമ്മയോട് അല്ലെങ്കിൽ അമ്മ അച്ഛനോട് ഇങ്ങനെ നിരന്തരം ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടോ, അല്ലെങ്കിൽ മൂത്ത ചേട്ടൻ അനിയനോടോ അല്ലെങ്കിൽ ചേച്ചി അനിയത്തിയോടോ നിരന്തരം ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടാണ് ഇളയ ആൾക്കാർ ഈ ഒരു മോഡലിംഗ് സംഭവിക്കുന്നത്. ടെറർ മൂഡിൽ ജീവിക്കുന്നവൻ ടെററിസ്റ്റ് ആവുമെന്ന് സ്വാഭാവികമായിട്ട് പറയുന്ന പോലെ എപ്പോഴും വീട്ടിലൊരു ടെറർ സിറ്റുവേഷൻ ആണെങ്കിൽ അവൻ വിചാരിക്കും ഇത് സ്വാഭാവികമെന്ന് വിചാരിച്ചു പോകും. ഇത് പേരൻസിനുള്ള ഫസ്റ്റ് വാണിംഗ് ആണ്. മക്കൾക്കുണ്ടാവുന്ന ഏത് നല്ലതാണെന്ന് ചീത്ത ഹാബിറ്റുകളൊക്കെ വരുന്നത് പ്രൈമറി സോഴ്സ് വീടാണ്. വീട്ടിൽ നിന്നാണല്ലോ ഇത് കോപ്പി ചെയ്ത് പഠിക്കുന്നത്. ഇതിന്റെ വേറൊരു മനഃശാസ്ത്രവശം, ഈ കുട്ടി കോപിച്ച് കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ കാര്യം നടക്കും, അതൊരു റിവാർഡാണ്. ഈ റിവാർഡ് മെക്കാനിസം റീഎൻഫോഴ്സ് ചെയ്യപ്പെടും കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ ഒരിക്കലും ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ കാര്യം നടന്നു, പിന്നെ വീണ്ടും ദേഷ്യപ്പെടാം. അപ്പോൾ അതൊരു റിവാർഡ് മെക്കാനിസം. അത് ചെറുപ്പത്തിൽ ഈ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നൊക്കെ പറയുന്നത് ആവശ്യമില്ലാതെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതും വീട്ടിലെ ടെക്നിക്ക് തന്നെയാണ്. ഇപ്പൊ വീട്ടിൽ അപ്പൻ കൽപ്പിച്ചാൽ അമ്മ ചെയ്തു കൊടുക്കും, അമ്മ കൽപ്പിച്ചാൽ മക്കൾ ചെയ്തു കൊടുക്കും. എന്നാൽ പിന്നെ അനിയൻ കൽപ്പിച്ചാൽ അടുത്താൾ ചെയ്ത് കൊടുക്കണമല്ലോ.
ഇതൊരു നാട്ടു നടപ്പാണല്ലോ. ബേസിക് ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് സാറ് പറഞ്ഞ പോലെ മോഡലിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. മോഡലിംഗ് നമ്മൾ എന്താണ് കുഞ്ഞിലേ മുതലേ നമ്മൾ കണ്ടു വളരുന്ന ആ സാഹചര്യം എന്താണോ നമ്മുടെ പേരൻസ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ ഭാവിയിൽ നമ്മൾ എന്താ മറ്റുള്ള ആൾക്കാരോടും ചെയ്യാൻ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന ആ രീതിയിൽ തന്നെയായിരിക്കും. ഇപ്പോൾ 50% ഒരു വ്യക്തിക്ക് എൻവയറമെൻറ്റ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതുപോലെ തന്നെ 50% നമുക്ക് ജനറ്റിക്കലായിട്ടും ഈ ഒരു ആങ്കർ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഐഡന്റിഫൈ ഫാക്ടർ ആയിട്ട് നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സാർ പറഞ്ഞു മുമ്പ് ഞാൻ പറഞ്ഞു ആങ്കർ മറ്റ് രോഗങ്ങളുടെ ഭാഗമായിട്ട് വരും എന്ന് പറഞ്ഞത് അന്ന് ബൈപ്പോളാർ അഫക്റ്റീവ് ഡിസോർഡർ ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ, എസ്പെഷ്യലി ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ ടൈപ്പ് എന്നൊക്കെ പറയുന്ന ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതൊക്കെ നമ്മൾ ദേഷ്യത്തെ നമ്മൾ ക്ലിനിക്കലും അല്ലാത്തതുമായിട്ട് നോർമലായിട്ടുള്ള ദേഷ്യവും ക്ലിനിക്കലായിട്ടുള്ള ഒരു രോഗത്തിൻ്റെ മാനസിക രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദേഷ്യവും നമ്മൾ തിരിച്ച് കാണേണ്ടത്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനി ഈ പ്രത്യേകിച്ച് ഈ യൂത്തോ ടീൻസ് കഴിഞ്ഞ യൂത്തിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ ഉണ്ടാകുന്ന അന്നേരമാണല്ലോ കൂടുതൽ നമ്മൾ എക്സ്പ്ലോസീവ് ആകുന്നത്, ഭയങ്കരമായിട്ട് നമ്മൾ പ്രകടിപ്പിക്കാനൊക്കെ തുടങ്ങും. എനിക്ക് തോന്നുന്നു അതിന് കുറച്ച് കാരണങ്ങൾ കാണുമല്ലോ. ഒന്ന് അവന് ഐഡൻറ്റിറ്റി ക്രൈസിസ് കാണും, അല്ല അവർക്ക് റോങ് മോഡൽ, സാറിൻ്റെ റോങ് മോഡൽ കാണും, അല്ലെങ്കിൽ ഒരു ഗേൾസിനൊക്കെ ആണെങ്കിൽ ഒരു ഹോർമോൺ ഡിഫറൻസിൻ്റെയും ബോയ്സൊക്കെ ആണെങ്കിൽ ഒരു മാൻ ആവുന്ന പ്രൂവ് ചെയ്യുന്നതിൻ്റെ സാധനങ്ങളുണ്ടല്ലോ. പക്ഷെ ഇതെല്ലാം ഭയങ്കര ഒരു ഡിസ്ട്രക്റ്റീവ് ഏരിയകളിലേക്കാണ് അവർക്ക് റോങ് ഇൻഫർമേഷൻ ഭയങ്കരമായിട്ട്. സാറ് പറഞ്ഞ ഒരു പഴഞ്ചൊല്ലി പോലും പ്രശ്നമുണ്ട്. കരയുന്ന കൊച്ചിനെ പാടുന്ന ഒരു പഴഞ്ചൊല്ലി പോലും പ്രശ്നം ഉണ്ടാക്കി വെച്ചേക്കാണ്. നമ്മൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഏജിൽ ഇവർക്ക് ഇതെങ്ങനെ ഒന്ന് മോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഇഷ്യൂ ഉറപ്പായിട്ട് അവരുണ്ട്. അവർ അക്സെപ്റ്റ് ആവുന്ന പ്രായമാണ്, അക്സെപ്റ്റൻസ് വേണ്ട പ്രായമാണ്. എന്നാൽ സമൂഹം അവർ അക്സെപ്റ്റ് ചെയ്യുന്ന സമയമല്ല, അവർ വാക്കുകൾക്ക് വേണ്ട വില കൊടുക്കുന്ന സമയമല്ല. പിന്നെ അവർക്ക് ചുറ്റുമുള്ള മോഡലുകളുടെ പ്രശ്നമുണ്ട്. ഈ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ ഇപ്പം നമ്മൾ ഈ യൂത്ത് എന്ന് പറയുന്നത് അവർ ശരിക്കും അഡൽട്ടായിട്ടും ഇല്ല, എന്നാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മ തെറ്റിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ്. മടി വെക്കാനും പറ്റില്ല. അതെ. അപ്പൊ അവരെ നമ്മൾ എങ്ങനെയാണ് സമൂഹം കാണുന്നത്? അപ്പൊ അവര് അഡൽട്ട് ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടി അവരുടെ പ്രവൃത്തികളിൽ അവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഈ യൂത്തിൻ്റെ ടീൻസിൻ്റെയൊക്കെ ഒരു ഡെവലപ്മെൻ്റൽ ആ ഒരു സ്റ്റേജിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ അവർ കണ്ടുവരുന്ന മോഡലുകൾ, അവർക്ക് ഇതാണ് പറ്റുന്നൊരു എൻ്റെ അടുത്ത ചിന്ത, അങ്ങനത്തെ ഒരു കുറേ ടാബൂസ് ഉണ്ടല്ലോ, കുറേ മിത്തുകളുണ്ടല്ലോ. അതിനെങ്ങനെ നമുക്ക് ഇതൊന്ന് അഡ്രസ്സ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമുക്ക് ചൈൽഡ്ഹുഡ് തൊട്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്കറിയാലോ, നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു വികാരമാണ് സർവൈവൽ. അപ്പോൾ അതുമായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം. അതായത് എപ്പോഴും ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് അല്ലെങ്കിൽ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സോ അതിൻ്റെ ഒരു ഡിഫെൻസ് മെക്കാനിസമായിട്ട് പലപ്പോഴും കുട്ടികൾ അല്ലെങ്കിൽ ടീനേജേഴ്സ് ഈ ഒരു ആങ്കറിനെ കാണാറുണ്ട്. ഇപ്പം ഇത്തിരി സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്ന ആൾ, ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആൾ, ഇത്തിരി ബാക്കിയുള്ളവരുടെ മുമ്പ് ഇത്തിരി പേടിയുള്ള ആളെയാണ് എപ്പോഴും സൊസൈറ്റി അംഗീകരിക്കുന്നു എന്നുള്ളൊരു മിത്ത്, ഒരു തെറ്റായ കൺസെപ്റ്റ് ഡെവലപ്പായിട്ടുണ്ട്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ഇപ്പോൾ ADHD, ബൈപ്പോളാർ, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, അപ്പം ഇവർക്കും എല്ലാം ഒരു സിംറ്റമായിട്ടും ഇതോടൊപ്പം തന്നെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ടീമിൽ ഒരു ഗ്യാങ് ലീഡർ ആവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ADHD പറയുന്ന വഴിവെട്ടി അതെ അങ്ങനെ ആ ഒരു ഐഡിയ പലപ്പോഴും ഈ ADHDയിലേക്കും അതുപോലെ തന്നെ അത് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്കും ഓരോ പിന്നെ എത്തിക്കാറുണ്ട്, രോഗികളെ അതിലേക്ക് എത്തിക്കാറുണ്ടെന്നുള്ളത്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, പിന്നെ അതുപോലെ തന്നെ കോണ്ടാക്ട് ഡിസോർഡർ. കാരണം ഈ ADHD നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് കോണ്ടാക്ട് ഡിസോർഡർ ആകും. കോണ്ടാക്ട് ഡിസോർഡറിൽ ആങ്കർ ഒരു വൺ ഓഫ് ദ സിംറ്റമാണ്. അപ്പം ഈ പ്രശ്നങ്ങൾ ഇനി നമ്മൾ പ്രോപ്പറായിട്ട് ആരംഭ ദിശയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഇതാണ് പേഴ്സണാലിറ്റി ഡിസോർഡറായിട്ട് മാറുക. അപ്പം നമ്മൾ ചെറുപ്പത്തിലെ ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ആരംഭ ദശയിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് കൃത്യമായ ചികിത്സ കൊടുക്കുക എന്നുള്ളത് വലിയൊരു പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ഈ ദേഷ്യം, കോപം അത്ര ചെറിയ കാര്യമല്ല. ഇത് കാര്യമായി ഭാവിയിലേക്ക് നിങ്ങൾക്ക് വാങ്ങലുകൾ കൊണ്ടുതരാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധനം. അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്സ്റ്റ് ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യണം, എന്തിന് കൺട്രോൾ ചെയ്യണം. എനിക്ക് തോന്നുന്നു എന്തിന് കൺട്രോൾ ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ എന്നുള്ള കാര്യം കുറച്ച് എളുപ്പമായിരിക്കും. വൈ ടു കൺട്രോൾ ആൻഡ് ഹൗ ടു കൺട്രോൾ. സോ നമുക്കിത് എങ്ങനെ, എന്തിന് നമ്മളൊരു ഈ ഒരു പേഴ്സണാലിറ്റി ടൈംഡ് ആക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈ ആങ്കർ പോലുള്ള ഇഷ്യൂസിനെ എന്തുകൊണ്ട് ഹാൻഡിൽ ചെയ്ത് വെക്കണം അറ്റ് ദ ഇയർലിയസ്റ്റ്. ഇത് ശരിക്കും നല്ല ഒരു മാനസിക ആരോഗ്യത്തിന് അനാവശ്യമായിട്ടുള്ള ആങ്കർ
ദേഷ്യപ്രകടനങ്ങൾ ആക്ച്വലി നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ മോശമായിട്ട് ചിത്രീകരിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ഹർട്ട് ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ഇവർ ദേഷ്യപ്പെടുക. ഈ ദേഷ്യം അനിയന്ത്രിതമായാൽ, ഇങ്ങനെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു റിവാർഡ് മെക്കാനിസം റീഇൻഫോഴ്സ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ അവർ വേണ്ടയിടത്തും വേണ്ടാത്തടത്തും എല്ലാം അനാവശ്യമായിട്ട് ഉപയോഗിക്കും. പിന്നെ മറ്റുള്ളവർക്കുണ്ടാവുന്ന ഒരു ഡിസ്ട്രക്ഷൻ നമ്മൾ ആരും ശ്രദ്ധിക്കില്ല. ഭീകരമാണ് ഇത് ഇവര് ഈ ഒരു യൂത്ത് പിന്നെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ട ആളാണ്, അപ്പനാകേണ്ടതാണ്, അമ്മയാകേണ്ടതാണ്, മക്കളെ ശുശ്രൂഷിക്കേണ്ട, മക്കളെ പരിപാലിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ ഇവരെയൊക്കെ ഒരു മോഡലായി മാറണം ആക്ച്വലി. കാരണം ഇവരുടെ അനാവശ്യമായ ദേശപ്രകടനമാണ് പിന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പം അതുകൊണ്ട് നമ്മൾ നല്ലൊരു കുടുംബം വാർത്തെടുക്കാൻ ആക്ച്വലി നമുക്ക് ആങ്കർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദേഷ്യം നിയന്ത്രിക്കേണ്ടതിനെ പറ്റിയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. സാർ, ഈ അതർ പാർട്ടിയെ പറ്റി പറഞ്ഞപ്പോഴേ നമ്മുടെ അടുത്ത കുറച്ച് നാൾക്കും പറഞ്ഞ ഭയങ്കര സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഹോം എന്ന് പറയുന്നത്. എല്ലാവരും വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലാവരും കുടുംബം ഒന്നിച്ചേക്കാണ്. പക്ഷേ എനിക്കതിൻ്റെ ക്ലൈമാക്സിനോട് ഭയങ്കര എതിരഭിപ്രായമുണ്ട്. ക്ലൈമാക്സിൽ നായകൻ ഒരു എഴുത്തൊക്കെ എഴുതിയിട്ട് കാര്യം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്ന ഒരിടമാണ് എൻ്റെ കുടുംബം, എന്നെ മനസ്സിലാക്കുന്ന ഇടമാണ് കുടുംബം, എൻ്റെ ദേഷ്യങ്ങളും എൻ്റെ പൊട്ടിത്തെറികളും ഒക്കെ മനസ്സിലാക്കി സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ കുടുംബം. അതെന്തൊരു ബോറൻ ആശയാണ്. എൻ്റെ എല്ലാം സഹിക്കാനുള്ള ആളാണ് മറ്റൊരാൾ. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും അവർക്ക് കുഴപ്പമില്ല എന്ന് സ്വന്തമായിട്ട് തീരെ അങ്ങ് മേക്ക് ചെയ്ത് വെക്കാം. അത് വേറെ എൻകറേജ്മെൻ്റ് ആണ്. എനിക്ക് ഞാനായിരിക്കുന്ന പോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഇടമാണ് എൻ്റെ കുടുംബവും എൻ്റെ സുഹൃത്തുക്കളും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഭീകരമായ ആശയങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്തൊരു റോങ് ഐഡിയ നമ്മൾ മേക്ക് ചെയ്യുന്നത്. എനിക്കെന്തോ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ആ ഇരിക്കുന്നതിന് വികാരമൊന്നുമില്ല, ആ ഇരിക്കുന്നതിൻ്റെ കുടുംബത്തിലൊക്കെ ഒരു പ്രശ്നമില്ല. അവർ കടന്നു പോകുന്നൊരു ഡാമേജ്, ഇപ്പോൾ ഒരു ദേഷ്യപ്പെടുന്നൊരു ഭർത്താവൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാര്യയും മക്കളും ഒക്കെ കടന്നു പോകുന്നൊരു ഭീകര അവരുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിക്കൊണ്ടിരിക്കില്ല ഡെയിലി. ടീച്ചർ ഒരു അമ്മയും ടീച്ചറും ഭാര്യയൊക്കെ ആണല്ലോ. അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഈ മീഡിയാസിന് ഇൻഫ്ലുവൻസ് നല്ല രീതിയിൽ ഈ ആങ്കർ എക്സ്പ്രസ് ചെയ്യുന്നതിൽ വരുന്നുണ്ട്. ഇപ്പം മീഡിയാസിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഫിലിംസിലൊക്കെ കാണുന്നത് ഒരു ഹീറോ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്ട്രക്റ്റീവ് ബിഹേവിയർ, ആങ്കർ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ മീഡിയയിലൂടെയൊക്കെ നല്ല ഫാക്ടേഴ്സ് പറയുന്നതിനപ്പുറം, ഫാക്ടേഴ്സ് പറയുന്നതിന് ശ്രദ്ധിക്കപ്പെടുന്നതിലപ്പുറം അതിനപ്പുറം നമ്മളെപ്പോഴും എന്താണ് ഇങ്ങനെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആങ്കർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി നെഗറ്റീവ് പോയിന്റ് പറഞ്ഞാലാണ് കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത്, റീച്ച് ആവുന്നത്. അപ്പോൾ അതൊരു പോയിന്റ് തന്നെയാണ് ഈ വളർന്നു വരുന്ന മക്കളിലും ഈ ഒരു മോഡലിംഗ് എന്ന് പറയുന്ന കാര്യം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മദർ എന്ന രീതിയിൽ എനിക്കൊരു കുഞ്ഞു മോനുണ്ട്. അവന് ഇപ്പം ഏറ്റവും ബേസിക് ആയിട്ട് അവനൊരു കാര്യം സാധിച്ചു കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ആദ്യത്തെ എക്സ്പ്രഷൻ കരച്ചിലിനപ്പുറം ദേഷ്യപ്രകടനമാണ്. പോമ്മേ അല്ലെങ്കിൽ എന്താണ് ഒറ്റ എന്നുള്ള രീതിയിൽ നമ്മളെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ ആങ്കർ എന്നുള്ള ഒരു എക്സ്പ്രഷൻ അവന് കുഞ്ഞിലെ തന്നെ അവൻ്റെതായ രീതിയിൽ അവൻ എന്ത് ചെയ്യാണ്, എക്സ്പ്രസ് ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അതായത് യുവാക്കളിൽ ഇപ്പം ഈ സബ്സ്റ്റൻസ് അബ്യൂസ് വളരെ കൂടിയിട്ടുണ്ട്. സബ്സ്റ്റൻസ് അബ്യൂസ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഒരു ചെറിയൊരു കാര്യം പോലും അവരെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും ഇവർ സബ്സ്റ്റൻസിൽ ആ ഒരു സ്റ്റേജിലിരിക്കുന്ന സമയത്ത്. സോ അത് ഇപ്പം എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. ആ ക്ലയൻറ്റ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രിഗറിങ് കൊണ്ട് സ്വന്തം അച്ഛനെ അമ്മേനെ കൊന്ന ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. ഒറ്റ ആ ഒരു ചെറിയൊരു കാര്യത്തിന് ട്രിഗറിങ് ആയി സ്വന്തം അച്ഛനും അമ്മേനെ കൊന്ന അങ്ങനത്തെ അവസരങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ഭയങ്കര ഒരു വലിയ റീസൺ ആയിട്ട്, അതായത് കാരണം നമ്മുടെ എല്ലാം ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത് കെമിക്കൽ കൊണ്ടാണ്. സോ നമ്മുടെ ബ്രെയിനിലേക്ക് ഒരു പരിധി കൂടുതൽ കെമിക്കൽസ് ചെന്ന് കഴിയുമ്പോൾ ഓരോ ആൾക്കാർക്കും താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ട് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ടും ആങ്കറിന്റെ ഒരു മെയിൻ റീസൺ ആയിട്ട് ഈ സാറ് പറഞ്ഞു നമ്മുടെ എപ്പിസോഡ് അബ്യൂസിനെ പറ്റി, മദ്യമവും മയക്കുമരുന്നിനെ പറ്റി അല്ലെങ്കിൽ പോലും ഭയങ്കര വാലൊരു പോയിന്റാണ് സാറോട് പറഞ്ഞു വെച്ചത്. കാരണം നമ്മളുടെ എല്ലാ വികാരങ്ങളുടെയും കൺട്രോളിന്റെ ഒരു ചെറിയൊരു സാധനമാണ്. അതങ്ങ് കട്ട് ചെയ്ത് കളയുന്നതാണ് നമ്മുടെ മദ്യപാനം. അറിഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ സെൽഫ് ഡിസ്ട്രക്ഷൻ ചെയ്യിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് സേക്ക് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുന്ന കാര്യങ്ങൾ പോലും നമ്മുടെ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് വികാരങ്ങളെ പോലും കംപ്ലീറ്റ്ലി ട്രിഗർ ചെയ്യിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ കൺട്രോൾ കംപ്ലീറ്റ് പോവുകയാണ്. അതെ, നമ്മൾ കൺട്രോളിലല്ലോ. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓൾറെഡി അവർ കൺട്രോളിലല്ല. അപ്പം അതും ഭയങ്കരമായിട്ട് ഈ ഒരു ആങ്കർ യുവാക്കളിൽ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. നമ്മുടെ ഈ ആങ്കർ ഇതിൻ്റെ ഒരു എങ്ങനെ ഇത് മാനേജ് ചെയ്യണം എന്നുള്ളതൊക്കെ ചിന്തിക്കുമ്പോഴത്തേന് നമുക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത് ശരിക്കും കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആക്ച്വലി യുവാക്കളും യുവതികളും പറയുന്ന ഒരു കാര്യം, ഞങ്ങളെ കേൾക്കാൻ ആൾക്കാരില്ല, ലിസൺ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ
കാരണം ഞങ്ങളെ കേൾക്കാൻ കുടുംബത്തിലും ആൾക്കാരില്ല എന്നുള്ളതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ആക്ച്വലി. അപ്പോൾ നമുക്കൊരു ഫാമിലി ടൈം, നല്ലൊരു ഫാമിലി ടൈം നമ്മുടെ കുടുംബത്തിൽ എങ്ങനെ രൂപപ്പെടുത്തണം. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് യുവാക്കളുമായിട്ട് ഒരു കോളേജിലെ യുവാക്കളുമായിട്ട് സംസാരിച്ചപ്പോഴത്തേനും അവർ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണം, 6 മണിക്കൂർ കോളേജിൽ പോകണം, 14 മണിക്കൂറായി. ബാക്കി 2 മണിക്കൂർ യാത്രയ്ക്കായിട്ട് ഉപയോഗിച്ചു, 16 മണിക്കൂറായി. പിന്നെ 8 മണിക്കൂറുള്ളതിൽ ബാക്കി കൂടുതലും സമയം അവരുടെ സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞപ്പോൾ അവർ സ്ക്രീനിൽ ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ അവർ സ്ക്രീൻ ടൈമിലാണ്. സാറ് പറഞ്ഞ ഫസ്റ്റ് പാർട്ട് ഒരു നല്ലൊരു ടോക്കിംഗ് പോയിന്റ് ആണ്. 8 മണിക്കൂർ ഉറങ്ങണം. ഈ ദേഷ്യം എന്ന സാധനം അൺകൺട്രോളബിൾ ആയിട്ടുള്ളവരുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോഴത്തേക്ക് 8 മണിക്കൂർ ഉറക്കം, 6 മണിക്കൂർ പോലും 5 മണിക്കൂർ ഉറങ്ങാത്ത മനുഷ്യരുണ്ട്. അതെല്ലാം ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുമല്ലോ. പിന്നെ നല്ല ഭക്ഷണം കഴിക്കണം. അതെ, ഈ നല്ല ഉറക്കവും നല്ല ഭക്ഷണവും ആണെങ്കിൽ തന്നെ ദേഷ്യം ഒരു 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 പരിധി വരെ കൺട്രോൾഡ് ആണ് ഇക്കാര്യത്തിൽ. വീടാണ് പ്രധാനപ്പെട്ട സ്ഥലം. അവിടെ തന്നെ ഇതുപോലത്തെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ട് ഒരു ചെറിയ ചിട്ടയിലൊക്കെ ബാല്യത്തിൽ തന്നെയൊക്കെ ഉറക്കവും ഭക്ഷണവും വീട്ടിലെ ഒരു ഫാമിലി ടൈം. അതിനേക്കാൾ നല്ല സൊല്യൂഷൻസ് ഒന്നും നമുക്ക് ഒരു ചെറിയ ഏജിൽ പറയാനില്ല. കേൾക്കാൻ അപ്പനും അമ്മയും ഉണ്ടായിരിക്കുക. ചെറിയ പിള്ളേരൊക്കെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചിലർക്ക് എറിഞ്ഞു പൊട്ടിക്കുന്നത്. എന്റെ കൊച്ചു പറഞ്ഞ ഇത് പൊട്ടിച്ചാലേ കേൾക്കത്തുള്ളൂ. ഇപ്പൊ അങ്ങനെ ഒച്ച ഉണ്ടാക്കിയാലേ എനിക്ക് അറ്റൻഷൻ തരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഒരുപാടായി. ഇപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ വഴക്കുണ്ടാക്കിയാൽ കാര്യങ്ങൾ എന്നെ കേൾക്കാൻ ആൾ വരും. അതെ, അപ്പൊ ഇത് റിപ്പീറ്റഡ് ആവും, റീഇൻഫോഴ്സ്ഡ് ആവും, പിന്നെ അത് പാറ്റേൺ ഉണ്ടായി സ്വഭാവം. ഇല്ല, ഞാൻ പറയുന്നത് ഫാമിലി ടൈം 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും വേണമെന്ന് ഞാൻ പറയില്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു സമയത്തിൽ രണ്ട് വർക്കിംഗ് പാരന്റ്സും ആണെങ്കിൽ, രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 15-20 മിനിറ്റ് ആണെങ്കിലും കുറച്ചു നേരം അവരുടെ ഒപ്പം ചെലവഴിക്കാൻ മീലും സംഭാഷണം, അത് തന്നെ സംഭാഷണമായിട്ട് മാറ്റാവുന്നേ ഉള്ളൂ. ഒരു നേരം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റിയാൽ തന്നെ ക്വാളിറ്റി ആയി. അതാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പം മക്കളുടെ അടുത്താണെങ്കിലും പേരൻസിൻ്റെ അടുത്താണെങ്കിലും ഏറ്റവും ബെറ്റർ ആയിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് ക്വാളിറ്റി ടൈം കൊടുക്കുന്ന സമയം അതിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അവർക്ക് ഹെൽപ്പ് കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ ഇമ്പ്രസ് ചെയ്യിക്കുന്ന രീതിയിൽ, അവർക്ക് അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ ടൈം യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ദിവസം മുഴുവൻ ഒരു കുഞ്ഞുങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഷോർട്ട് പീരീഡ് ആണെങ്കിലും അത് ക്വാളിറ്റി ഉള്ള രീതിയിൽ നമുക്ക് അവർക്ക് കൊടുക്കുന്നതാണ്. സാറേ, മറ്റെന്തൊക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു അൺകൺട്രോൾഡ് ആങ്കറെ നമുക്ക് എങ്ങനെ പതുക്കെ ഒന്ന് നോർമലൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ സ്വഭാവത്തെ ഹോൾഡ് ചെയ്യാൻ പറ്റും? മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഉറപ്പായിട്ടും നമുക്ക് ദേഷ്യത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും ഈ പറഞ്ഞ നമ്മുടെ സൈക്കോതെറാപ്പിയിൽ CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, വളരെ യൂസ്ഫുൾ ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് സീറ്റിങ്, മൈൻഡ്ഫുൾനെസ് വാക്കിങ്, അതുപോലുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ, യോഗ, അതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാകേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പീസ്, അതും ഇവരെ ഇത്രയും കൂടി ഹെൽപ്പ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. കാരണം എക്സാമ്പിൾ, അതായത് ഇവിടെ എന്തെങ്കിലും അപ്രിസിയേഷൻ കൊടുക്കുന്നു, റിവാർഡിങ്, അതായത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നു അതിൻ്റെ അപ്രീസിയേഷൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ജോലിയിൽ അവരെ വീണ്ടും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. കാരണം ഇവർ ഈ ആങ്കറായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെപ്പോഴും സെൽഫ് എസ്റ്റീം ലോ ആയിരിക്കും ഇവരുടെ. സെൽഫ് എസ്റ്റീം വളരെ പറഞ്ഞോണ്ടായിരുന്നു ആങ്കർ ഒരിക്കലും ഒരു രോഗലക്ഷണമാണ്. ആങ്കർ ഒരു രോഗമല്ല. ശരിക്കും പറഞ്ഞാൽ കോപ്പിംഗ് മെക്കാനിസം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവരുടെ ഏതെങ്കിലും ഒരു ഡിഫക്റ്റോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ മറയ്ക്കാൻ, അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ ലീഡ്സ് ടു ആങ്കർ എന്ന് പറയും. സോ ആദ്യം ഉണ്ടാവുന്നത് ഫ്രസ്ട്രേഷൻ. ഒരു സൈക്കോളജിക്കൽ ഹൈപ്പോത്തിസിസ് ആണ്, ഫ്രസ്ട്രേഷൻ ആങ്കർ ഹൈപ്പോത്തിസിസ്. അപ്പം ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ ഇവർക്ക് ദേഷ്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പം സാറ് പറഞ്ഞ പോലെ ഇത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വളരെ എഫക്റ്റീവായിട്ട് ഈ ഒരു മേഖലയിൽ പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ദേഷ്യം ഉണ്ടാകുമ്പോഴത്തേനും പലതരത്തിലുള്ള കൊഗ്നിറ്റീവ് ടെക്നിക്സ് ഉണ്ട്. സിമ്പിളായിട്ട് ആ സിറ്റുവേഷൻ ഒഴിവായിട്ട് കുറച്ചു നേരം നടക്കാൻ പോവുക, ആ സിറ്റുവേഷനിൽ നിന്ന് ലീവ് ചെയ്യുക. ഇപ്പം ഭാര്യയും ഭർത്താവുമാണ്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്, ആങ്കർ ഇഷ്യൂ ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ ലീവ് ചെയ്യുക. ചില കൊഗ്നിറ്റീവ് ടെക്നിക്ക് 100-ൽ നിന്ന് പുറകോട്ട് എണ്ണുക, അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസസ് കൊടുക്കുക. അതെ, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ബ്രീത്തിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോക്സ് ബ്രീത്തിങ്, അതുപോലെ തന്നെ JPMR, അതൊക്കെ ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. JPMR, ബോക്സ് ബ്രീത്തിങ്, ഗൈഡഡ് ഇമേജറി. പക്ഷെ അത് നമ്മളെ വളരെ പോസിറ്റീവായിട്ട് ഒരു ജീവിക്കാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആങ്കർ എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി എല്ലാവർക്കും
അക്യൂട്ടായിട്ടും ക്രോണിക്കായിട്ടും നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കടന്നു വരുന്നതാണ്, സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന കാര്യമാണ്. സോ നമുക്ക് ലൈഫിൽ എപ്പോഴും എക്സ്പെക്ട് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ തന്നെയാണ്. രാവിലെ നമ്മൾ എണീക്കുന്ന ഒത്തിരി സമയമൊന്നും വേണ്ട, എണീക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മൾ സൈലൻ്റ് ആയിട്ട് നമുക്ക് ഈവൻ നമ്മളൊരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബിലീവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ നമ്മൾ ആ ഒരു ഗോഡിനെയോ അല്ലെങ്കിൽ ആ ബിലീഫ് വെച്ചിട്ടോ കാത്തലിക് സ്പിരിച്വാലിറ്റിയിൽ പേഴ്സണൽ പ്രയർ Personal prayer, personal മാനസിക പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ടാണ് രാവിലെ തന്നെ രാവിലെ കുർബാനയ്ക്ക് പോകുന്നത്. കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു അല്പനേരം സ്വസ്ഥമായിട്ട് പള്ളിയിൽ പോയി ഇരിക്കുന്നത്, അഡോറേഷൻ ഒക്കെ കുർബാന കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്നത്, ഇതെല്ലാം ഒരു ദിവസത്തെ മുഴുവൻ ഓർഡർലി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഏറ്റവും ആക്ച്വലി നമ്മൾ വളരെ ബ്ലെസ്ഡ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു അമ്മയെ പോലെ കൃത്യമായിട്ട് ഇങ്ങനെ സിസ്റ്റം ഇങ്ങനെ തന്നേക്കാണ്. നമുക്ക് ഒരാൾക്ക് എങ്ങനെ വളരെ സേഫ് ആയിട്ട് മൂവ് ചെയ്യാന്നുള്ള പക്ക സിസ്റ്റം സെറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ സമയപരിമിതി മൂലം നമ്മുടെ ഈ ആങ്കറിനെ പറ്റിയുള്ള ആങ്കർ മാനേജ്മെന്റിനെ പറ്റിയുള്ള സെഷൻ അവസാനിക്കുകയാണ്. ഇതൊന്നും ഒരു ദിവസം മുഴുവൻ സംസാരിച്ചാൽ തീരാ സബ്ജക്റ്റുകളാണ്. കാരണം ഓരോ കേസസും ഇൻഡിവിജ്വൽ കേസസും ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മൾ പറഞ്ഞതെല്ലാം ചില കോമൺ കാര്യങ്ങളാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ കാര്യം മുതൽ തന്നെ ഇത് ആങ്കർ ഒരു രോഗമല്ല, അത് മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. പക്ഷേ നമ്മൾ കാത്തലിക് സ്പിരിച്വാലിറ്റി കൃത്യമായിട്ട് പറഞ്ഞത് ആങ്കർ ഒരു കാർഡിനൽ സിന്നാണ്, ഒരു മൂലപാപമാണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല ടെർമിനോളജി ഉണ്ട്. ഈ മൂലപാപങ്ങൾ കസിൻസ് ആണെന്ന് പറയാറുണ്ട്. കാരണം മൂലപാപങ്ങളെല്ലാം കണക്റ്റഡാണ്. ഇതിനകത്ത് ഒരെണ്ണത്തെ നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നാച്ചുറലായിട്ട് നമുക്ക് ഇങ്ങനെ ടൈം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ മൂലഭാവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല കാര്യം മൂലഭാവങ്ങളുടെ പാരലായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, കോപത്തിൻ്റെ ക്ഷമ അല്ലെങ്കിൽ എളിമ, ഇതുപോലത്തെ ഓരോ നികളം എളിമ, ഓരോ ഈ കൗണ്ടർ ആയിട്ടുള്ള വെർച്യൂസ്, അത് തന്നെയാണ് നമ്മൾ ഈ സൈക്കോളജി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ. നമ്മൾ ഈ കൊപ്പിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്, ഈ നമുക്ക് കോപം ഉണ്ടെങ്കിൽ നമ്മൾ ക്ഷമ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒക്കേഷൻസ് ഉണ്ടാക്കണം, നമ്മൾ അഹങ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ എളിമ പ്രാക്ടീസ് ചെയ്യാനുള്ള. അതുകൊണ്ട് ഈശോ ആകെ ഒരേ ഒരു കാര്യമേ എന്നിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞോളൂ, ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാവുക, നിങ്ങൾ എന്നിൽ പഠിക്കുവിൻ. ഒരാൾ ജീവിതത്തിൽ ആകെ പഠിക്കുന്ന വിനീത ഹൃദയമുള്ളവനാവുക, ശാന്തനാവുക. പഴയ നിയമത്തിൽ സാംസിൽ സംഗീതത്തിൽ പറയുന്നുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മനോഹരമായ കാര്യം പൗലോസ്ലീഹ എഫെസ്യർക്ക് 4:26-27 പറയുന്നുണ്ട്, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കും വരെ പോകാതിരിക്കട്ടെ, സാത്താന് അങ്ങനെ നിങ്ങൾ ഇട കൊടുക്കരുത്. കോപിച്ചോളൂ, ജസ്റ്റ് ആങ്കർ നടത്തിക്കോളൂ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ പ്രകടിപ്പിച്ചോളൂ, പക്ഷേ വൈകുന്നേരം വരെ നീണ്ടു പോകരുത്. അവിടെ നമുക്ക് കൃത്യമായിട്ട് അതൊരു ലൈഫിനെ കൺട്രോൾ ചെയ്യാത്തവർക്ക് എങ്ങനെ ക്ഷമിക്കാൻ പറ്റും, എളിമയില്ലാത്തവർക്ക് എങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റും എനിക്ക് തെറ്റ് പറ്റിയെന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചർച്ചയോടെ പൂർത്തിയാകുമ്പോൾ നമുക്ക് ഈ ഒരു പൗലോസ്ലീഹ പറഞ്ഞു വെച്ചെന്ന് കൺക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നു. കോപിച്ചോളൂ, പാപം ചെയ്യരുത്. പക്ഷെ കോപിച്ചിട്ട് പാപം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ വലിയ കഷ്ടപ്പാട് നമുക്കില്ല. അപ്പോൾ നമുക്ക് ഈ ചർച്ചകൾ ഇവിടെ പൂർത്തിയാകുമ്പോൾ നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്യാം. വീട്ടിലൊരാൾ കോപിക്കുന്ന ആളാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് പരസ്പരം സഹായിച്ചും പ്രാർത്ഥിച്ചും, പ്രത്യേകിച്ച് ഈ വചനം പറയുന്നത് പോലെ പാപം വരാതെ സൂക്ഷിച്ചുകൊണ്ട് ശാന്തതയിൽ നമുക്ക് ജീവിക്കാം. നമുക്ക് ഒന്ന് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഞങ്ങൾ എല്ലാവരും പരസ്പരം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ ദേഷ്യം എന്ന ഒരു സിറ്റുവേഷൻ ശക്തമായിട്ട് ജീവിതത്തെ തകർത്തുന്ന എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കോപം എന്ന മൂലപാപത്തിൽ പെട്ടുപോയി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതായത് അവർക്ക് വലിയ കൃപ കൊടുക്കണമേ, അവർക്ക് സ്വയം മനസ്സിലാക്കാനും അവർ മൂലം ഉണ്ടായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴികൾ മനസ്സിലാക്കാനും ഇതിൻ്റെ ജ്ഞാനം പരിശുദ്ധാത്മാവിന് അയച്ചു കൊടുക്കണമേ. അതുപോലെ തന്നെ ഞങ്ങളുടെ കോപം മൂലം ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടായ എല്ലാവരെയും സഹിച്ച എല്ലാവരെയും ഞങ്ങൾ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷമയും എളിമയും ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് കൃപ തരണമേ. അമ്മേ മാതാവേ, വിശ്വസ്യ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യൗസേ പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ചലം ടിവിയുടെ ഒരു യൂത്ത് സ്പെഷ്യൽ പ്രോഗ്രാം ടേണിംഗ് പോയിന്റ്